ഞാൻ രാവിലെ തന്നെ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പേരാവൂരിലെ ഭാരതിന്റെ പമ്പിലാണ് ഗൈസ്. രാവിലെ തന്നെ ഇതിൽ കുറച്ച് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് മട്ടന്നൂർ പോകണം, മട്ടന്നൂർ വഴി ഒന്ന് ചിറ്റാരിപ്പറമ്പ് പോകാനുണ്ട്. ചിറ്റാരിപ്പറമ്പ് ഒരാളെ കാണാനാണ്, നമ്മുടെ റിലേറ്റീവ് ഉണ്ട്. മട്ടന്നൂർ ഒരു വർക്ക് ഉണ്ട് ഗൈസ്, ഓറിയോൺ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ്ങിന്റെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രൊമോഷൻ വർക്കിനാണ് പോകുന്നത്. ഇന്ന് കൂടെ വരുന്നത് നമ്മളെ എമ്മിച്ചു ആണ്, റമീസ് എന്നാണ് അതിന്റെ ശരിക്കും പേര്. നമുക്ക് ഇനി റമീസിനെ പിക്കാൻ പോകണം. ആദ്യം ഇതിൽ പെട്രോൾ അടിക്കണം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടി ഓഫ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ അടിക്കാൻ പോവാണ്. ചേട്ടാ ഇതാ ഒരു 430 അല്ല ക്യാഷാ ഗൈസ്, ക്യാഷാണ് ഗൈസ് കൊടുക്കുന്നത്. ചേട്ടൻ പെട്രോൾ അടിക്കുന്നുണ്ട്. ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്, ബട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് കാർ എടുത്തത്. താങ്ക്സ്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ പെട്രോളെല്ലാം അടിച്ച് നേരെ വണ്ടി എടുത്ത് നേരെ എമ്മിച്ചുവിനെ കൂട്ടാൻ പോകണം ഗായ്സ്. എമ്മിച്ചു ഉള്ളത് അവൻ്റെ ഇക്കാക്കാൻ്റെ ബേക്കറിയിലാണുള്ളത്. അപ്പോൾ അവൻ അവിടുന്ന് പിക്ക് ചെയ്ത് നേരെ മട്ടന്നൂരേക്കാണ് പോകേണ്ടത്. മട്ടന്നൂർ പോയിട്ട് അവിടുന്ന് നേരെ ചിറ്റാരിപ്പറമ്പ്. അപ്പം നേരെ നമുക്ക് ഫസ്റ്റിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് പോവാം ഗായ്സ്. ഗായ്സ് പെട്രോൾ അടിച്ചിട്ട് മീറ്റർ ഒന്നും അനങ്ങുന്നില്ല. പെട്രോൾ അടിച്ചിട്ടുണ്ടാവും ഗൈസ്. നല്ലൊരു അംബാസിഡർ ഗൈസ്. ഇവിടെ എപ്പോഴും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ചില ടൈം ബ്ലാക്ക് ആയിരിക്കും, ചില ടൈം ഈ കളർ ആയിരിക്കും, പല കളറിലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. കാണുന്നില്ല ഗൈസ്. ഇന്നലെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം ബ്ലോക്കാണ്. പിന്നെ ഒരു കൊട്ടിയൂരേക്കുള്ള സിയാമോൾ എന്ന് പറയുന്ന ബസ് വരുന്നുണ്ട്. ആ ബസ്സിൽ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബസ്സിലൊക്കെ നല്ല തിരക്കാണ് ഗൈസ്. അപ്പോൾ കൊട്ടിയൂരിലെ ഉത്സവം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ പോവാണ്. ഇത് ആ കാണുന്ന അൽബേക്ക് നിന്നാണ് നമുക്ക് എമ്മിച്ചുവിനെ പിക്ക് ചെയ്യാനുള്ളത്. അവനാടെ ഉണ്ടോ നോക്കാം. അവനാടെ ഉണ്ട്, ഞാൻ കണ്ടിനി. ഗൈസ് അവിടെ പാർക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല, പാർക്ക് ചെയ്യാം. ഗൈസ് നല്ലൊരു ജെന്നുണ്ട് ഗൈസ്, അത് മെറൂൺ കളറിൽ. നമ്മളിവിടെ വണ്ടി ഓഫ് ചെയ്യട്ടെ ഗൈസ്. വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഗൈസ്. ഇതാണ് എമ്മിച്ചു. പോവാ എന്നാ ബാ ഗൈസ്. എമ്മിച്ചു മാങ്ങ എടുത്ത് വെക്കുന്നതാണ്. അത് എമ്മിച്ചുവിൻ്റെ ബ്രദർ മിനാസ്. നമ്മളിപ്പോൾ ഉള്ളത് പേരാവൂരാണ് ഗൈസ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ടാണ് ഇന്ന് പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ മട്ടന്നൂർ എത്തി ഗൈസ്. അവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. ഞാനും എമ്മിച്ചും കൂടി നേരെ ഇനി ഓറിയോൺ എന്ന് പറയുന്ന ഷോപ്പിലേക്ക് പോവാണ്. എമ്മിച്ചു എന്താ പറയാനല്ലേ, ഒരു 2 വാക്ക്. ഓ ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും എമ്മിച്ചു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോ വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എമ്മിച്ചുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ പേജ് തായാലും മെൻഷൻ ചെയ്യാം. നേരെ നമ്മളിപ്പോൾ മട്ടന്നൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്ന ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ളത്. ഇവിടെ 3 പാൻറ്റിനൊക്കെ 999 രൂപയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അപ്പുറം കൂടി ചെയ്യാൻ പറഞ്ഞു. അതെ ഗൈസ്, ഇവിടെയല്ല, നമുക്ക് അവിടെയാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പൈസ വാങ്ങിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതേ ഗൈസ്, മട്ടന്നൂര് കണ്ടന്റ് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. മട്ടന്നൂര് സർപ്രൈസാണ്. മട്ടന്നൂര് 1000 രൂപയ്ക്ക് 4 ഷർട്ട് കിട്ടുന്നത്, ജെൻസിൻ്റെ 4 ഷർട്ട് 1000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അത് ആരാണ് കറക്റ്റ്, ആ ഷോപ്പ് ആരാണ് കറക്റ്റ് പറയുന്നത്, അവർക്ക് ഞാൻ 1000 റുപ്പീസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ആ ഒരു കണ്ടന്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആർക്കായിരിക്കും ഈ പൈസ കിട്ടുകയെന്ന് നമുക്ക് നോക്കാം, അല്ലേ മിച്ചു? കിട്ടിയാൽ ചെക്കന് ഇന്ന് പൊളിക്കാം അല്ലേ? അതെ, കിട്ടിയാൽ ഇന്ന് ചെക്കന് പൊളിക്കാം. നമ്മളങ്ങനെ ഇവനോട് ചോദിച്ചു, ഇവനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അല്ലേ? എനിക്കറിയില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇനി അടുത്ത ആരെങ്കിലും നോക്കണം ഗൈസ്. അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്താൽ മതി. നിങ്ങൾ ആ ക്ലോത്തിങ് ബ്രാൻഡ് ഏതാന്ന് കറക്റ്റ് ഗസ് ചെയ്യാന്നുണ്ടെങ്കിൽ 3000 റുപ്പീസ് ഞാൻ ഫ്രീ ആയിട്ട് തരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞതും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3000. ഇല്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്കും പോകാനില്ല എനിക്കും പോകാനില്ല. കിട്ടിയാൽ 3000 നോക്കിക്കൂടെ? കൂത്തറമ്പല്ല, ഇത് മട്ടന്നൂരാ. ആ ലേഡീസ് വെയർ. നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു, അതൊന്നും പറയാൻ പറ്റില്ല, ഡയറക്ഷൻ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഈ 3000 റുപ്പീസ് തരും. നമുക്ക് ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയാലോ?
അല്ല വാ. അങ്ങനെ നമ്മൾ ഔട്ട് സൈഡ് കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ഞാനും എമ്മിച്ചും നേരെ ഷോപ്പിൻ്റെ ആഡ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ആരും ഈ പൈസ കൊണ്ടുപോയിട്ടില്ല, ആർക്കും കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗായ്സ്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് ഓറിയോൺ എന്നാണ്, ലീ ഓറിയോൺ എന്നാണ് ഗായ്സ്. ആരെങ്കിലും ആ ഷോപ്പിൻ്റെ പേര് ഗസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ 3000 റുപ്പീസ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. ബട്ട് ആരും ഉണ്ടായിട്ടില്ല. ഈ കാണുന്നത് നമ്മുടെ ഓൾഡ് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഓറിയോണിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗായ്സ്. അതെ, ലീ ഓറിയോണ് വെടിക്കെട്ട്, അതായത് വമ്പിച്ച വെടിക്കെട്ട് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ മറന്നുകൊണ്ട നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓൾമോസ്റ്റ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു ഗായ്സ് അല്ലേ. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. ഇതിൻ്റെ പേരെന്തേലും പറഞ്ഞേ? ഫൈസ്. അപ്പോൾ ഇത് ഫൈസ് ആണ്, ഇത് റമീസ്. എങ്ങനെ അതെല്ലാം ഇടൂ, ഇത് യൂട്യൂബിൽ വരുന്ന കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ നമ്മൾ പോവാണ്. എമിച്ച് പോയാലോ? പോവാം. ഇനി നമുക്ക് എണിയായിട്ട് വേണ്ടേ? സ്മൂത്ത് ഓലി ഗായ്സ്. അങ്ങനെ നമ്മളെ വണ്ടി അവിടെയല്ലേ വർക്ക് ചെയ്ത് അല്ലല്ലേ? വണ്ടി അവിടെ അല്ലേ ഗായ്സ്? വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് വേഗം കഴിഞ്ഞു. എമ്മിച്ചു വേഗം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞില്ലേ? ഓ, അതുകൊണ്ടാണ് തോന്നുന്നു. അമ്മാച്ചു വന്നോണ്ടാണ്, അല്ല അമ്മാച്ചു അല്ല എമ്മിച്ചു വന്നത് കൊണ്ടാണ് തോന്നുന്നു 1 മണിക്കൂർ കൊണ്ട് ഇന്ന് വീഡിയോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ്. ഇല്ലെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ. നമ്മൾ നിക്സാൻ്റെ വർക്കിനല്ലേ ഇല്ലേ 2 ദിവസം പോയെ ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ മാളിൻ്റെ പാർക്കിങ്ങിൽ പോയിട്ട് നേരെ സ്മൂച്ചോയിലേക്ക് പോവാം. കുറേ ദിവസമായി കുറച്ച് സ്വീറ്റ്സ് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്നത് നടക്കും ഗൈസ്. ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. മഴ പെയ്യാനുള്ള ചാൻസ്. ഞാനിപ്പോൾ മഴ പെയ്യൂല എന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്ക് മഴ പെയ്തില്ല. അമ്മാച്ചു അവിടെ അമ്മാച്ചു അല്ല, ഇവൻ്റെ പേരെന്തേലും എമ്മിച്ചു. അമ്മാച്ചു എന്ന് വിളിച്ചിട്ട് അമ്മാച്ചു തന്നെ ആയിപ്പോയി വായിൽ. മഴ ഞാൻ ഇന്ന് പെയ്യൂല എന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും മഴ പെയ്തു ഗൈസ്. എന്നാ എടാ നമുക്ക് ലോക്ക് കിട്ടിയല്ലേ ഗൈസ്. വണ്ടി ഇവിടുന്ന് ബാക്ക് എടുക്കാൻ വേറൊരു വഴി കാണുന്നില്ല. ഈ ഒരു ഗ്യാപ്പിലൂടെ എടുക്കണം ഗൈസ്. ഇവിടെ തൊട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ ഈ വണ്ടി എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി റിസ്ക് എടുത്തിട്ട് വണ്ടിയൊക്കെ തിരിച്ചു ഗൈസ്. അങ്ങേരുടെ ഞാൻ തോന്നുന്നു, വണ്ടി അറിയില്ല. അങ്ങേരുടെ ഈ സലാരിയാന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മളിനി സ്മൂച്ചോയിലേക്ക് പോവാണ് ഗൈസ്. എടാ ഇങ്ങോട്ട് നമുക്ക് എക്സിറ്റി അതിൽ പോകാൻ പറ്റുമോ ഗൈസ്? പ്ലെയിൻ പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് ഗൈസ് മട്ടന്നൂർ എയർപോർട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. നല്ല രസമുണ്ട് പ്ലെയിൻ പോകുന്ന കാണാൻ. ഇനി നമുക്ക് നേരെ പോവാം ഗൈസ്. മട്ടന്നൂർ ടൗൺ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇരിക്കൂർ റോഡിൽ നിന്ന് മട്ടന്നൂർ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മട്ടന്നൂർ ഇരിട്ടി തലശ്ശേരി റോഡ്, റൈറ്റിലേക്ക് കണ്ണൂരാണ് വരുന്നത്. നമുക്ക് വണ്ടി ഒന്നും ഉണ്ടോ നോക്കി മെല്ലെ നൈസായിട്ട് മുന്നോട്ടേക്ക് പോവാം ഗൈസ്. ഈ സർക്കിളിൽ നിന്ന് നേരെ തലശ്ശേരി റോഡിലേക്കാണ് പോകുന്നത്. തലശ്ശേരി റോഡ് പോയിട്ട് നേരെ ലിങ്സ് മാളിലേക്ക്. ഈ കാണുന്നത് കേട്ടോ നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പ്ലെയിൻ പോകുന്ന കാണാം ഗൈസ്. മഴ കുറവുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് സ്മൂച്ചോൻ്റെ ഔട്ട്ലേറ്റിലേക്ക് പോകുന്നത്. ഇന്ന് ഫുള്ള് സ്വീറ്റ് കഴിച്ച് മസ്തായിട്ടായിരിക്കും വീട്ടിലേക്ക് പോക്കുണ്ടാവുക. അതെ, നമ്മൾ പോയിപ്പോ ഗൈസ്. ഈ കാണുന്നതാണ് മാള് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് മാള്. അവിടെ ഇതിന്റെ പാർക്കിംഗ് എവിടെ വരുന്നേ? പാർക്കിംഗ് ഇല്ല, ലെഫ്റ്റ് സൈഡ്. ഓ, ഇത് തന്നെയല്ലേ പാർക്കിംഗ്. ഇതാ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗൈസ് നേരെ സ്മൂച്ചോ. എനിക്ക് റെഡിയാ സ്മൂച്ചോന്റെ ഔട്ട്ലെറ്റ് എന്നറിയില്ലേ? എത്രാമത്തെ ഫ്ലോറിലോ? ഫുഡ് കോർട്ട് തന്നെ. ഫുഡ് കോർട്ട് തന്നെയാണ് ഗൈസ്. ഈ വണ്ടിയിൽ AC ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂട് ഗൈസ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് പോവാണ്. ലിഫ്റ്റിൽ വേറെ 2-3 കുട്ടികളുണ്ട്. അവർക്കെന്തോ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഗൈസ് ലിഫ്റ്റ് വർക്കാവുന്നില്ല. അതെ ഗൈസ്, ഇവർ ക്ലാസ് കട്ട് ചെയ്തിട്ട് പടത്തിന് പോകുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ വെറുതെ പറഞ്ഞേട്ടോ. ലിഫ്റ്റിൽ ഞാനും റമീസും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടത്തേക്കാ പോകുന്നേ? സ്മൂച്ചോര് ഗൈസ്. അവിടെ ലോട്ട് ഓഫ് ബിസ്ക്കറ്റിന്റെ കുറെ ഡിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ സ്മൂച്ചോല്. നീ ഫസ്റ്റ് ടൈമാ? ഓ ഗൈസ്, അതെ ഗൈസ്, നമ്മൾ രണ്ടാളും ഫസ്റ്റ് ടൈമാണ് സ്മൂച്ചോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി സ്മൂച്ചോയിലെ വിശേഷങ്ങൾ കാണാം ഗൈസ്. ഇങ്ങനെ പോവാണ്.
യാ ക്യാമറയുണ്ട്. യാ ഗൈസ് അവിടെയാണ് സ്മൂച്ചോപ്പ. ഗൈസ് എന്നെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മുടെ റമീസിനാണ്. ഗൈസ് റമീസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒന്നും നോക്കണ്ട, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഓർഡർ ചെയ്തോ. ഐ വിൽ പേ ദ ബിൽ. ഓക്കെ ഗൈസ് ഫസ്റ്റ് ടൈം ആട്ടോ സ്മൂച്ചോലി. യാ പിസ്ത കുനാഫ ഉണ്ട് ഗൈസ്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഹായ് ബ്രോ, ഹായ്. പിന്നെ ശ്രമിച്ച നോക്കി ഓർഡർ ചെയ്തോ ബ്രോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താ? മെയിനായിട്ട് ഓ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് ഇവിടെ. സജസ്റ്റ് ഹസൽനട്ട് അതെടുത്തു ഒന്ന്, അത് നോക്കിയിട്ട് ബാക്കി പറയാം. ബ്രോന്റെ പേരെന്താ? ആനന്ദ്. എവിടെ സ്ഥലം? എവിടെയാ? വെസ്റ്റ് ബംഗാൾ. ഓക്കെ. കുറെ കാലമായി എവിടെ? 7 മാസം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ ഫുഡ് കോർട്ടിൽ ഇങ്ങനെ സ്മൂച്ചോല ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. എനിക്ക് വേറെ ഓർഡർ ചെയ്യാം കേട്ടോ. അതെ ഗൈസ്, ഫസ്റ്റ് ടൈം ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഓർഡർ ചെയ്യാം. ഫസ്റ്റ് ബില്ല് പേ ചെയ്യണോ? ഓ ഇവിടെ ഫസ്റ്റ് ബില്ല് പേ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ഫോണ് ഷെഡ് ഓൺ ആയിട്ടുള്ളത്. ഭയ്യ ഐഫോൺ का चार्जर है नहीं है? എൻ്റെ ലൈറ്റ്നിങ് എൻ്റെ അടുത്ത് ഏതല്ലേ? ഓ സി അല്ലേ ഗൈസ്, എനിക്ക് വേണ്ടത് ലൈറ്റ്നിങ് ആണ്. അതിവിടെ ഇല്ല. അത് കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നൂടെ ഗൈസ്? അങ്ങനെ നമ്മൾ ഗെയിമിങ്സ് ഏരിയയിലൂടെ നേരെ അണ്ടർഗ്രൗണ്ടിലേക്കല്ല, താഴെ എവിടെ പോകുന്ന നിയമിച്ചു. സെക്കൻഡ് ഫ്ലോറിൽ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇവിടുത്തെ എസ്കലേറ്റർ ഒന്നും വർക്കിംഗ് അല്ല ഗൈസ്. അങ്ങനെ നമ്മൾ എൻ്റെ ഫോൺ എന്തായാലും ചാർജ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ വ്ലോഗൊന്നും ഷൂട്ട് ചെയ്യൽ നടക്കില്ല. നമ്മൾ താഴെ പോയിട്ട് ചാർജ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ പിസ്താഷോ കുനാഫ റെഡി ആയിട്ടുണ്ടാവും. ഹസൽ ഓർണമെന്റ്സ് ആണ് തോന്നുന്നു, ബ്രൈഡൽ. ബ്രോ നമുക്ക് അത് വർക്കിങ്ങാ? എന്നാൽ ഇത് താഴോട്ടേക്ക്, ഇത് വർക്കിംഗ് ഉള്ള എസ്കലേറ്റർ, ഇത് താഴോട്ടേക്ക് വന്നു. റെഡ് കുട്ടി ക്യൂട്ട്. ഇതും വർക്കിംഗ് അല്ല ഗൈസ്. ഗൈസ് അതെ, നമ്മൾ പോകുന്ന എസ്കലേറ്ററും കയറുന്ന എസ്കലേറ്ററും ഒന്നും വർക്കാവുന്നില്ല ഗൈസ്. പിങ്ക് സിറ്റി ഉണ്ട്, കപ്പിൾസ് ഉണ്ട് ഗൈസ് ഇവിടെ. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ ഇതുവരെ കമ്മിറ്റഡ് ആയിട്ടില്ല. അതെ അതെ, ക്ലാസ്സും കട്ട് ചെയ്തിട്ട് ഫുൾ നമുക്ക് അപ്പുറത്തൂടെ പോകാം. അതേപോലെ നമ്മുടെ ഈസി ബൈ ഉണ്ട്. ഈസി ബൈൻ്റെ സ്റ്റോർ ഇവിടെ കാണാം. എവിടെ ചാർജിങ് പോയിന്റ് എവിടെയാ? ബാ തായാലും നോക്കണം അല്ലേ? ഞാൻ വിചാരിച്ച് എൻ്റെ പോക്കെല്ലാം കണ്ടാലും വിചാരിച്ച് എനിക്ക് ഇവിടെ അറിയാം ഗൈസ്. നല്ലൊരു സ്റ്റോർ, നല്ല ഷർട്ട് ഗൈസ്. ഈ ഷർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നോക്കണം എന്നാ വാ ബ്രോ. ഇല്ല ബ്രോ, ഈ ഷർട്ട് ഒന്ന് ജസ്റ്റ് കണ്ട് ലൈക്കായി. നല്ല പ്രിന്റ് പക്ഷെങ്കിൽ ഈ ഷർട്ടിന് എത്ര വരുന്നത് ബ്രോ? ഈ ഷർട്ടിൻ്റെ പ്രൈസ് എത്രയാവും? 1399. 50% ഓഫാണോ? ഓ എല്ലാത്തിനും? ചില ഐറ്റംസിനും. ഓക്കെ, നമ്മളൊന്ന് ഫുഡ് കോർട്ടിലൊന്നും കറങ്ങിയിട്ട് വരാം. ബാ അമ്മാച്ചു 50% അല്ല, അമ്മാച്ചു അല്ല എമ്മിച്ചു 50% ഓഫർ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ പോകുമ്പോൾ. ചാമ്പ ഗൈസ്, വർക്കിംഗ് ഉള്ള എസ്കലേറ്റർ ഗൈസ്. ഇപ്പോൾ ഒന്ന് സമാധാനമായി. അതങ്ങനെയാണല്ലോ, നമ്മൾ മാളിൽ കയറുന്നതേ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എമ്മിച്ചുവിൻ്റെ ഫോണിലാണ്. എൻ്റെ ഫോൺ ഏതാ? 15 Proയോ? 15+. അതെ ഗൈസ്, അതിലാണ് നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഉള്ളത് 13 Pro ആണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ കാണുമ്പം ഫുൾ HD ക്വാളിറ്റി തന്നെ കാണാൻ ശ്രമിക്കുക, ഹൈ ക്വാളിറ്റി പിക്ചറിൽ കാണാൻ ശ്രമിക്കുക ഗൈസ്. നമുക്ക് ഇവിടെ ഈ മൊബൈൽ ഷോപ്പിൽ ചാർജ് കുത്താൻ പറ്റും നോക്കാം. ഇക്കാ ഐഫോണിൻ്റെ ചാർജർ ഉണ്ട്, എന്തെല്ലാം അറിയാവാ? ഇത് ചാർജ് ചെയ്യാൻ പറ്റുമോ ഒരു 10 മിനിറ്റ്? ഐഫോണ് ഇത് നമ്മളെ ബോസാണ് ഗൈസ്. പണ്ട് എൻ്റെ വീഡിയോയിലെല്ലാം വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയ
അടിപൊളിയല്ലേ? അടിപൊളി ഉഷാറ്. എങ്ങനെ സെയിൽസ് എല്ലാം എങ്ങനെ ഉഷാറല്ലേ? കുഴപ്പമില്ല. നമ്മളിവിടെ ഫുഡ് കോർട്ടിൽ സ്മൂത്ത് ചോല് വന്നിരുന്നു. അന്നേരം ആ ഫോണിൻ്റെ ചാർജ് ചെയ്യുന്ന ഫോൺ ചാർജ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. അപ്പം നമ്മൾ പോയിട്ട് വരാം. ബാ എങ്ങനെ ആ അതെ ഗൈസ്, ഇതാണ് നമ്മളെ മാളിൻ്റെ ഉള്ളിലുള്ള മൊബൈൽ ഷോപ്പ്. ഇവിടെ മൊത്തം എന്തെല്ലാം ഉള്ളത് നിങ്ങളെ സർവീസിനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ? മെയിന് പിന്നെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് പിന്നെ കമ്പ്യൂട്ടർ എല്ലാത്തിൻ്റെ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഐഫോൺ, ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണിൻ്റെ നിങ്ങൾ എങ്ങനെ EMI സ്കീമെല്ലാം ചെയ്യുന്നത്? എല്ലാ സ്കീമും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ മട്ടന്നൂരിന് ഫോൺ എടുക്കുമ്പോൾ എന്തായാലും നമ്മുടെ ബ്രോൻ്റെ പേരെന്തേലും ജവാദ് ഖാൻ്റെ കടയിൽ വന്നിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വരുന്നേ. ഓക്കെ. അതെ ഗൈസ്, ഇവിടെ ഒരു ജോക്കീൻ്റെ ഔട്ട്ലെറ്റ്, ജോക്കീൻ്റെ പരസ്യം സോറി. അതെ ഗൈസ്, ഇവിടെ നമ്മളെ മാളിൽ ജോക്കീൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഓ നല്ല ഫ്രെയിമിലുള്ള പിക്ചർ ഗൈസ്. എനിക്ക് ഇതേപോലത്തെ കൊളാപ്സ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. വൺ ഡേ. പിന്നെ ആ ജോക്കിൻ്റെ ടീഷർട്ട് ഉണ്ട്. എല്ലാം ജിം വെയറാണ്. പക്ഷേ എന്തോ നല്ല ടീഷർട്ട് ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, എസ്പെഷ്യലി നമ്മൾ പോട്ടെ. ബൈ. പിന്നെ ഡേ മാർട്ട് ഉണ്ട്, ഡെയിലി നീഡ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബ്ലാക്ക് ബീ ഉണ്ട്, മൾട്ടി ബ്രാൻഡ് സ്റ്റോർ. പറയൂ എന്തെങ്കിലും പറയൂ. എന്തെങ്കിലും പറ. നീ ഇപ്പൊ ഒന്ന് ചെയ്യുന്നേ? വീഡിയോഗ്രാഫ്. അങ്ങനെയല്ല, എറണാകുളത്ത് ഇപ്പൊ ഒന്ന് പഠിക്കണോ? അല്ല, എറണാകുളത്ത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ ഗൈസ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ വർക്കിംഗ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അടിപൊളി നല്ലൊരു പാക്കേജിൽ, ലോ ബഡ്ജറ്റ് പാക്കേജിൽ ഇവൻ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. ബ്രോ ഈ എസ്കലേറ്റർ വർക്കിംഗ് ആവും സെൻസിറ്റില്ലവാ ആണ്. ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ വാഷ്റൂം വലിയ രസമൊന്നുമില്ല ഗൈസ്, അല്ലേ? മുഖം കൂടി കാണുന്നില്ല ഗൈസ്, അത്രയും നീറ്റാണ് ഇവിടുത്തെ ക്ലാസ്സൊക്കെ. ഇതാ ഇവനെടുത്ത് കഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് കുറച്ച് നീറ്റ് ഉണ്ട് എന്നാ, അതിവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മൾ സ്മൂച്ചോൻ്റെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്, എന്താവും അറിയില്ല. ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഗൈസ്. അത്യാവശ്യം ഇവിടെ ഉള്ളത് കപ്പിൾസ് കേട്ടോ. കപ്പിൾസിനെ കാണണമെങ്കിൽ നേരെ മാളിലേക്ക് വന്നാൽ മതി. ഇതാ എമ്മിച്ച് കളക്ഷൻ പിടിക്കുന്നുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈം എമ്മിച്ചു എവിടെ വരിക ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധനം ട്രൈ ചെയ്യുന്നത്. കണ്ടിട്ട് തന്നെ എന്താ പറയുക, നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. യാ നോക്കിയിട്ടിരിക്കാം. എടാ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? യാ ഫസ്റ്റ് നീ ട്രൈ ചെയ്യ്, നോക്കട്ടെ. ആ എക്സ്പ്രഷൻ വരണേ. ഗൈസ് മോനെ ഇവൻ തിന്നുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാന്ന്. കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഫസ്റ്റ് ട്രൈ അല്ലേ? ഓ ഇനിയൊരു കാര്യം ചെയ്യും, ഇനി ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കും. ഗൈസ് ഫസ്റ്റ് ടൈമാണ് സ്മൂച്ചോൻ്റെ ഈ ഒരു സാധനം കഴിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നല്ല ഞാൻ മറന്നുപോയി ഗൈസ്. ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കിൻഡർ ജോയ് ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ ഗൈസ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഹൈ ലെവൽ. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ഒരാൾക്കൊന്നും കഴിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് ഗൈസ്. അത്രയും ഷുഗർ ഉണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഷുഗർ കട്ടിങ് ആണ്. പക്ഷേ ഇതിൻ്റെ റീല് കണ്ട് ഞാൻ ഇതിൻ്റെ ഒരു അഡിക്റ്റായി. എനിക്കിത് കഴിച്ചേ പറ്റുന്നുള്ളൊരു മൂഡായി. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ട്രൈ ചെയ്തത്. അത് നമ്മളിന്ന് സ്മൂച്ചോല് മട്ടന്നൂർ വന്നിട്ട് ആ ഒരു ആഗ്രഹം കൂടി ഞാൻ എന്താ പറയുക സഫലീകരിച്ചു, അങ്ങനെയും പറയാം. ഓക്കെ. പക്ഷേ എമ്മിച്ച് നല്ല പോളിങ് കേട്ടോ, അടിക്കുന്നില്ലേ? എനിക്ക് സത്യം പറയാതെ നല്ലൊരു ടേസ്റ്റ് ഗൈസ്. ഐ മീൻ നമ്മുടെ കിൻഡർ ജോയിയൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ഫീലിങ്സ് ഗൈസ്. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്തിരുന്ന എൻ്റെ ഫോണും എടുത്ത് നമ്മൾ നേരെ മാളിൻ്റെ ഔട്ട് സൈഡിലേക്ക് വന്നു ഗൈസ്. ഇനി നേരെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ പോയത് ലിഫ്റ്റിലൂടെയാണ്, ഇപ്പം നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. ആ സ്മൂച്ചോൻ്റെ ഇത് കഴിച്ചിട്ടേ ഭയങ്കര ഷുഗർ. ഞാൻ ബായിനോട് ചോദിച്ചു എത്ര ഷുഗർ ഉണ്ടാവും. നോൻ പറഞ്ഞ പകുതിയും ഷുഗറാണ്. എൻ്റെ ഡയറ്റ് പ്ലാൻ മൊത്തം പൊട്ടി ഗൈസ്. ഇനി 3 കൊല്ലത്തേക്ക് ഷുഗർ കഴിക്കണ്ട. ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഷുഗർ നമ്മളിപ്പോൾ കഴിച്ചു. ഷുഗർ കഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലേ ബുദ്ധിമുട്ടാവും. ഇതാണ് അസീസ്. നമ്മൾ ഇവനെ കാണാനാണ് ചിറ്റാരിപ്പറമ്പിലേക്ക് വന്നത്. എനിക്കിന്ന് സ്കൂളില്ല. എന്നാ
സമരം സമര അതുകൊണ്ട് ഇന്ന് സ്കൂളില്ല എപ്പോ എടുത്തു ഞാൻ ഇന്നെ കാണാനല്ല വന്നിട്ട് എനിക്കെന്നാ പറയാനുള്ള എൻ്റെ യൂട്യൂബ് ചാനലില് നീ എത്രയല്ലോ പഠിക്കുന്നേ 7ലാ ഓ എന്നിട്ട് പറ വിശേഷങ്ങൾ പറ നല്ലത് തന്നെ അതൊക്കെ അറിയാം പിന്നെ നീ അങ്ങ് 29 പെർക്കിലോ വരൂല്ലേ നമുക്ക് എന്നിട്ട് ഈ പഴംപരിയും ബീഫ് നിന്നാൻ പോവാം ഓക്കെ എന്തായാലും അല്ലല്ല ഞാൻ ആംസ് കില്ലറല്ല ഗൈസ് ഇവന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നു അടക്കുന്നുണ്ട് സൈക്കിളില് ആംസ് കില്ലറില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഗൈസ് അൺഎക്സ്പെക്ടഡ് രണ്ടാളെയും കൂടി ചിറ്റാരി പറമ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ് നിങ്ങളെടി പോയി അപ്പൂസിനെടുത്താ ഓ ഗൈസ് ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യുന്നത് റമീസ് ആണ് ഗൈസ് നമുക്ക് റമീസിന്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട് നോക്കാം ഗൈസ് ഓപ്പോസിറ്റ് ഒരു KSRTC ഒക്കെ വരുന്നുണ്ട് നമ്മളങ്ങനെ ചിറ്റാരിപ്പറമ്പ് പോവാണ് റമീസ് സ്കില്ലൊന്നും വേണ്ട റമീസ് ഓവർ സ്കില്ല് കാണിക്കുന്നുണ്ട് ഗായ്സ് അങ്ങനെ നമ്മളിപ്പോ ചിറ്റാരിപ്പറമ്പ് നേരെ വീട്ടിലേക്ക് പോവാണ് അൺഎക്സ്പെക്ടഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഉണ്ണിച്ചനെയും അഭിനയും കിട്ടിയിട്ടുണ്ട് ഗായ്സ് അപ്പൊ അവരെയും നാട്ടിലേക്ക് കൂട്ടാന്ന് വിചാരിച്ചു ബസ്സിന്റെ ടിക്കറ്റിന്റെ പൈസ തന്നെ 50 രൂപ എടാ അഭി ഞാൻ പൈസ മേടിക്കും കേട്ടോ ഞാൻ എന്റെ ക്യാരക്ടർ അങ്ങനെയാ അതെ അതെ ഞാൻ പൈസ മേടിക്കും നമ്മള് കൂത്തുപറമ്പെന്ന് നേരെ പേരാവൂരേക്ക് പോകുന്ന വഴിയിലാണ് ഗായ്സ് ഇപ്പൊ ഉള്ളത് ഇവിടെയൊക്കെ കൊട്ടിയൂർ ഉത്സവത്തിന്റെ തിരക്ക് കാണാൻ കഴിയും ഗായ്സ് അതെ ഗായ്സ് ഇവിടെ മൊത്തം ബ്ലോക്കാണ് ഇങ്ങനെ ഓരോ സെൻട്രലായിട്ട് ഇങ്ങനെ ഓരോ എന്താ പറയാ അന്നദാനം തോന്നുന്നല്ലേ അന്നദാനം തന്നെയല്ലേ ഇവിടെ വരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കും അതെ ഗായ്സ് ഓരോ മെയിൻ ജംഗ്ഷനിൽ ഇതേപോലെ അന്നദാനത്തിന്റെ എന്താ പറയാ അന്നദാനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ ചെറിയ ചെറിയ റഷ് ഒക്കെ കാണാം അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് വീണ്ടും പേരാവൂരിലേക്ക് എത്തി ഗായ്സ് നമ്മുടെ സ്വന്തം നാടായ പേരാവൂരിന്റെ മണ്ണിലാണ് നമ്മളിപ്പോ ഉള്ളത് മറ്റേ ഇവനല്ലേ അവന്റെ പേരെന്നാ മമ്മോ അങ്ങനെന്തോന്നോ അവന്റെ പേര് അറിയില്ല പോട്ടെ നമ്മള് ചലഞ്ചിന് വന്ന പെട്രോൾ പമ്പിൽ വരെ കൊട്ടിയൂർ ഉത്സവത്തിന് പോകുന്ന തീർത്ഥാടകരാണ് ഗായ്സ് അപ്പൊ നമ്മൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഗായ്സ് നമുക്ക് ഇന്ന് പെട്രോൾ ചലഞ്ച് ചെയ്യാൻ പറ്റും ഇന്ന് എന്തായാലും ഞാൻ കാറിനാണ് കൊടുക്കുന്നത് അങ്ങനെ ഏതെങ്കിലും കാർ വരുമോ നോക്കാം നമ്മൾ ഒരാളെ പെട്രോൾ അടിക്കാൻ വേണ്ടി നോക്കിക്കാണ് ഗായ്സ് ഇതുവരെ ആരും വന്നില്ല ടൈമറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആരും ഇതുവരെ വന്നിട്ടില്ല നമുക്ക് കാറാ വേണ്ടത് ഇന്ന് വരാൻ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട് ഗായ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് വണ്ടീൻ്റെ ബമ്പർ ചെറിയതായിട്ടൊന്ന് ഇളകുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് വലിയ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളകുന്നുണ്ട് പിന്നെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ നല്ലൊരു 800 ഉണ്ട് ഗൈസ് അതിൻ്റെ അലോവിയിൽ കാണാൻ നല്ല രസമുണ്ട് ഈ വണ്ടീൻ്റെ റിന്യൂവൽ എടുക്കാനായി ഏകദേശം ഈ ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് ഈ വണ്ടീൻ്റെ റിന്യൂവലായി അന്നേരം വണ്ടി ഒന്ന് ഫുള്ള് പണി തിറക്കണം ഫുള്ള് ഗ്രാഫിക്സ് ആയിരിക്കും ആംസ് കില്ലറിൻ്റെ ഗ്രാഫിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ ഇതിൻ്റെ ബമ്പറിൻ്റെ ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് അത് സീനില്ല ഫ്രണ്ടാണിപ്പോൾ വിഷയം കാരണം ഇത് ഈ ബോഗിയിൽ നിന്ന് വീണ് പോയതാണ് ഇന്നത്തെ മഴ അങ്ങനെ തുടങ്ങി ഗായ്സ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മുടെ ബമ്പറിൻ്റെ വർക്ക് കഴിഞ്ഞു ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ് എൻ്റെ ഫ്രണ്ടാണ് മെഹറൂഫേ എടി വന്നേ വാ അന്ന് കൈമിൽ പെട്രോളോ ഇനി ഇവിടുത്തെ ബില്ലും കൂടി പേയ്മെന്റ് ചെയ്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്ത് ഇനി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ബ്രോ വരുന്നേ ഓക്കെ ബൈ ഇനി നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോട്ടെ വീട്ടിൽ നിന്ന് വണ്ടിക്ക് നല്ല പ്രഷർ ഉണ്ട് ഗൈസ് അതിനിടക്കാണ് ഈ ബമ്പർ ഒന്ന് നെറ്റ് ലൂസായത് അപ്പോൾ അതും കൂടി റെഡിയാക്കി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഓക്കെ ബാബാ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇവിടുന്ന് ഇപ്പോൾ ബമ്പർ ശരിയാക്കാൻ വെറും 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മുടെ മനോജ് റോഡിലെ വർക്ക്ഷോപ്പിലുള്ളത് അപ്പോൾ ഓക്കെ ടാറ്റാ ബാബായ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഗായ്സ് ഓക്കെ ബൈ ഗായ്സ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് എന്താ പറയുക നമ്മളിപ്പോൾ മുരിങ്ങോടിയിലുള്ളത് ഇവിടുന്ന് റൈറ്റിലേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് ഗായ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഓക്കെ ടാറ്റ ബൈ അങ്ങനെ ഇന്ന് മന്തി ഹൗസിൽ മന്തിയല്ല അൽഫാമും കുബൂസും കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഗായ്സ്